അന്ന് പറഞ്ഞതിൽ അപ്പറാപ്പി പറയുന്നത്, അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തെളിവാ പറയുന്നത്. ലക്കവും പേജും പുസ്തകമൊന്നും അറിയാതെ വിഷമിച്ച് മറുപടി പറയാതിരിക്കണ്ട. കേട്ടോളൂ എന്താ പറയുന്നത്. ഇനി സയ്യിദ് അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷ, തിരൂരങ്ങാടി കാളിയിലെ അബ്ദുറഹ്മാൻ മഖ്ദൂമി, ആ അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കട്ടെ, നമുക്ക് കാണാം. എന്താ അതിൽ പറയുന്നത്? മക്കക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. കേട്ടോളൂ ഒന്നുകൂടി. മക്കക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. എത്ര കൃത്യമായിട്ടാ പറയുന്നത്, എത്ര കൃത്യമായിട്ടാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോൾ കണ്ടോ. അപ്പൊ മഖ്ദൂമിയുടെ പരിഭാഷ ഇപ്പൊ കേട്ടത്. പരിഭാഷ എന്ന് കേൾക്കുമ്പോൾ ഈ മുസ്ലിയാർക്ക് ഒരു ഹാലിളക്ക. ഞാൻ ഒരു പരിഭാഷ അംഗീകരിക്കൂല എന്നൊക്കെ ആദ്യമാണ് പറഞ്ഞിട്ടാണ്. മാത്രല്ല ഒസങ്കടിയിൽ വെച്ച് വളരെ രസമുള്ളൊരു കാര്യമുണ്ട്. ഒസങ്കടിയിൽ വെച്ച് സംവാദം നടക്കുന്ന അവസരത്തിൽ ഈ പരിഭാഷ എടുത്തിട്ട് മുജാഹിദ് പക്ഷത്തുള്ള പണ്ഡിതന്മാർ ഈ പരിഭാഷ എടുത്താൻ വായിച്ചു. മഖ്ദൂമിയുടെ പരിഭാഷ, നിങ്ങളുടെ പരിഭാഷയിൽ നിന്നാണ് ഞങ്ങൾ വായിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പേരോട് ചോദിക്കുക, ആരാണ് മഖ്ദൂമി ഞങ്ങളുടെ ആരാണ്, സമസ്തയുടെ ആരാണ്? ആരുമല്ല മഖ്ദൂമി, മഖ്ദൂമി ആരുമല്ല എന്ന് അവിടുന്ന് വരുത്തി തീർത്തു. അപ്പോ നമ്മളെ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു? ഇതിപ്പോ നിഷേധിക്കാനുള്ള പരിഭാഷനെ തള്ളുക. അപ്പൊ നമ്മളെ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് പതുക്കെ റിസാല എടുത്തു. റിസാല എന്തിനാ എടുത്തെന്നറിയോ? ഇവരുടെ റിസാലയുടെ പുറംചട്ടയിൽ ഒരു പരസ്യമുണ്ട്. റിസാലയിൽ തന്നെ ഒരു പരസ്യമുണ്ട്. എന്താ പരസ്യം? മഖ്ദൂമിയുടെ പരിഭാഷ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തോട് 100% യോജിക്കുന്ന പരിഭാഷയാണ്, ഖുർആൻ വ്യാഖ്യാനാണ് എന്നും പറഞ്ഞിട്ട് ഇവരൊരു പരസ്യം കൊടുത്തിട്ടുണ്ട് ഇവരുടെ മാസികയിലെ. ആരുടെ? പേരോടിന്റെ ഗ്രൂപ്പിന്റെ തന്നെ മാസികയിൽ. ഇയാളിപ്പോൾ അവിടുന്ന് ആരാണ് മഖ്ദൂമി, ഞങ്ങളുടെ ആരാണ് മഖ്ദൂമി, നിങ്ങൾ പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉഷാറാക്കുമ്പോൾ പുറത്ത് നമ്മളെ മൗലവിമാര് പതുക്കെ റിസാല ഇങ്ങനെ വരിക്കുന്നത് അങ്ങേ പുറത്തുനിന്ന് അലവി കണ്ടു. അലവി അപ്പുറത്ത് ഇങ്ങനെ കുറുക്കം കണ്ണുമായിട്ട് നോക്കുക, ഇവിടെ എന്താ എടുക്കുന്നത്. അപ്പോഴാണ് നമ്മളെ മൗലവിമാര് ഈ റിസാല ഇങ്ങനെ വലിക്കുമ്പോൾ, റിസാലയിലും വലിച്ചപ്പോ അലവിക്ക് മനസ്സിലായി ഇത് അപകടമാണ്. എന്താണ്? റിസാലയിലെ പരസ്യം ഇപ്പൊ വായിക്കും നമ്മൾ കുടുങ്ങോലോ. അപ്പൊ അലവി എന്ത് ചെയ്തെന്നറിയോ? ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് വേഗം എഴുതി റിസാല പരസ്യം എഴുതി കൊടുത്തു. റിസാല പരസ്യം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണേ, മൗലൈമാരെ മുമ്പിൽ ഇതാ കുടുങ്ങാൻ പോവുകയാണ്, നമ്മളുടെ ചേളക്ക് കുടുങ്ങിയിരിക്കുന്നു, കിടന്ന് പെടക്കേണ്ടി വരും, ഇതാ നമ്മുടെ റിസാല അപ്പുറത്ത് എടുത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പ്. ബുദ്ധി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതി കൊടുത്തതാ. കൊടുത്താ എന്ത്? ബുദ്ധിമാന്മാർക്ക് ഇഷാറത്ത് മതിയെന്നാണല്ലോ, സൂചന മതിയെന്നാണല്ലോ. അത് വിചാരിച്ച് മറ്റേ പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് അലവി പതുക്കെ ഒരു കടലാസിൽ റിസാല പരസ്യം എഴുതിയിട്ട് പതുക്കെ മൂപ്പര് പ്രസംഗിക്കുന്ന ഇടയിൽ ഇങ്ങനെ വെച്ചുകൊടുത്തപ്പോൾ ഉള്ളൊരു രസമുണ്ട്. സുബ്ഹാനല്ലാഹ്. സിറാജുൽ ഹുദയിലെ ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാൾ ഒരു ഇൽമളക്കണമെങ്കിലേ അതൊന്ന് കണ്ടോളിങ്ങൾ. എന്തായാലും പറയുന്നത് എന്നിട്ട് വെച്ചുകൊടുത്തേക്ക് മൂപ്പര് പറ റിസാല 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 എല്ലാവരും വായിക്കണം. അതിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയണ്ട, എല്ലാവരും വായിക്കണം. മാസികയെന്നും മൂപ്പർക്ക് അറിയില്ല, വാരികയെന്നും അറിയില്ല, മൗലൈമാരെ മുമ്പിലാ നിൽക്കണതേ. എന്താ പറയേണ്ടതെന്ന് അറിയാഞ്ഞിട്ട് മൂപ്പര് അവിടെ കിടന്ന് ഇങ്ങനെ പമ്പരം കറങ്ങുന്ന ഒരു രംഗമുണ്ട്. സിറാജുൽ ഹുദയിലെ പ്രിൻസിപ്പാളുടെ ദയനീയ രംഗം നിങ്ങളൊന്ന് കണ്ടോളിൻ. അതൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിസാല പരസ്യം എന്ന് കൊടുത്തപ്പോൾ മൂപ്പർക്ക് തിരിഞ്ഞില്ല. അങ്ങനെ വായിക്കണം എല്ലാവരും വായിക്കണം എന്നാ പറയുന്നത്. വായിക്കട്ടോ. ദുഷ്പ്രചരണങ്ങളായിരുന്നില്ല നടത്തേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു, ബാക്കി റിസാലയിലെ പരസ്യം, റിസാലയിൽ നമ്മുടെ മാസികയുണ്ട് റിസാല, ആ റിസാലയിൽ അത് വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കണം. ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ ശേഷം ഇതിൽ പറയാണ് കേട്ടോ, റിസാല എല്ലാവരും വായിക്കണം, മാസിക അല്ല വാരിക. അതിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇവര് പറയണത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്. എന്നാ പിന്നെ വായിച്ചോളി എല്ലാവരും. എന്താ വായിച്ചാ കിട്ടുക? മൂപ്പര് വിചാരിച്ചെന്താ അറിയോ? റിസാലയില് മഖ്ദൂമി നമ്മളാരും അല്ല, അതുകൊണ്ട് നമുക്ക് ആ പരിഭാഷയുമായിട്ട് ഒരു ബന്ധമല്ലാന്ന് കൃത്യമായി സ്പഷ്ടമായി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് എന്നാ മൂപ്പര് വിചാരിച്ച്. അതിനാണ് ആ പറയുന്നത് എല്ലാവരും വായിക്കണം, അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പറയുന്നത് എന്നെയാണ് വിശ്വസിച്ചു പോകരുത്. കണ്ടോ നിങ്ങൾ,
കണ്ടോ, ഇതാണ് അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണിത്. നിങ്ങൾ പറഞ്ഞില്ലേ മഞ്ചേശ്വരം സംവാദം സക്കരിയ സലാഹിക്ക് അള്ളാഹ് കൊടുത്ത ശിക്ഷയാണ്. ഏതോ ആൾക്കാർ എഴുതിയത് നിങ്ങൾ വായിച്ചില്ലേ, നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷയാണിത്. റിസാല 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 മാസിക എന്ന് പറയില്ല, വാരിക എന്ന് പറയില്ല. ബേജാറില്ലേ എന്താ പറയേണ്ടതെന്ന് മൂപ്പരിക്ക് തിരിഞ്ഞില്ല. അപ്പൊ അത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ എന്താ കാരണം എന്നറിയോ? ഇപ്പൊ മൂപ്പരി ഇവിടെ വന്നിട്ട് പറയും, മൗലവി നിങ്ങൾ എന്തിനാ പരിഭാഷ എടുത്ത് വായിച്ചത്? ആരാണ് മഖ്ദൂമി? ഞങ്ങളുടെ ആരാണ്? സമസ്തയുടെ ആരാണ് അയാൾ എന്നൊക്കെ